വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ വർദ്ധിച്ചുവരുന്ന ഭിന്നത ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് തലവേദനയാവുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ സർക്കാർ കൊണ്ടുവന്ന ബില്ല് സഭയിൽ ജെ.ഡി.യു പിന്തുണച്ചിരുന്നു. എന്നാൽ ഇതിന് വിരുദ്ധമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ശക്തമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ജെ.ഡി.യുവിലെ ചില നേതാക്കൾ ആശങ്ക അറിയിച്ചതായാണ് നിലവിലെ സൂചന. എന്നാൽ ബില്ലിനെ അനുകൂലിച്ചും നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. മുതിർന്ന ജെ.ഡി.യു നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് രഞ്ജൻ സിംഗ് ലോക്സഭയിൽ ബില്ലിന് പിന്തുണ നൽകിയ വേളയിൽ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനത്തിൽ സുതാര്യത കൊണ്ടുവരണമെന്നാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മുസ്ലിം വിരുദ്ധമല്ല എന്നും വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് ഉടനീളം 7 ലക്ഷം ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വഖഫ് ബോർഡുകളുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ബില്ലിന്റെ പിന്നിലെ ഉദ്ദേശമെന്ന് ജെ.ഡി.യു നേതാവും മുൻ എം.എൽ.എയുമായ ഗുലാം ഗൌസ് പ്രതികരിച്ചിരുന്നു. ഒരു പടി കൂടി കടന്ന് ബി.ജെ.പി. മുസ്ലിം സമുദായത്തിനെതിരായി പ്രവർത്തിക്കുകയാണെന്ന് ഗൌസ് ആരോപിച്ചിരുന്നു. കൂടാതെ മറ്റൊരു ജെ.ഡി.യു നേതാവും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പ്രധാന അടുപ്പക്കാരിൽ ഒരാളുമായ വിജയ് കുമാർ ചൗധരി വഖഫ് ഭേദഗതി ബില്ല് 2024 സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അതായത് JPC-യുടെ പരിശോധനയ്ക്ക് അയച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. തുടക്കം മുതൽ തന്നെ ന്യൂനപക്ഷ സമുദായത്തിന് ബില്ലിനെ കുറിച്ച് കാര്യമായ ആശങ്കകൾ ഉണ്ടായിരുന്നു. അവരുടെ ആശങ്കകൾ ബില്ലിൽ അന്തിമമാക്കുന്നതിന് മുൻപ് സമഗ്രമായി അഭിസംബോധന ചെയ്യണം. വഖഫ് ഭേദഗതി ബില്ല് 2024 JPC-യുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അയക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ജെ.ഡി.യു സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത കണക്കിലെടുത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനും വിഷയത്തിൽ ഏകീകൃത നിലപാട് ഉണ്ടാക്കിയെടുക്കാനും നിതീഷ് കുമാർ പാർട്ടി നേതാക്കളുമായി ചേർന്ന് നിർണായക യോഗം വിളിച്ചേക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എൻ.ഡി.എ പിണക്കാതെ തന്നെ മുന്നോട്ട് പോകാനായിരിക്കും ജെ.ഡി.യു ശ്രമിക്കുക. ഈ വ്യാഴാഴ്ചയായിരുന്നു വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ പാർലമെന്റിൽ ചൂടേറിയ സംവാദത്തിന് വേദിയാവുകയായിരുന്നു. തുടർന്നാണ് ബില്ല് JPC-ക്ക് വിടാൻ തീരുമാനമായത്. ഭരണഘടനയ്ക്ക് എതിരാണെന്നും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണെന്നും പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ആരാധനാലയങ്ങളുടെ പ്രവർത്തനത്തെ ബില്ല് ബാധിക്കുന്നില്ല എന്നാണ് സർക്കാർ പറയുന്നത്. വ്യാഴാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ല് ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം JPC-ക്ക് വിടുകയായിരുന്നു. 1995-ലെ നിലവിലുള്ള വഖഫ് നിയമത്തിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് നിർദ്ദിഷ്ട ഭേദഗതികൾ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ സഭയിൽ തറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ അതേസമയം തന്നെ ബിൽ മുസ്ലിങ്ങളെ ലക്ഷ്യമിടുന്നതാണെന്നും ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണെന്നും പ്രതിപക്ഷം വാദിച്ചു. ബില്ലിനെ എതിർക്കുന്ന ഇന്ത്യ സഖ്യ നേതാക്കൾ ക്ഷേത്രഭരണത്തിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത്. ഭരണഘടനയുടെ ശക്തമായ ലംഘനമാണ് നടക്കുന്നതെന്ന് N.K. പ്രേമചന്ദ്രൻ MP പറഞ്ഞു. മതസ്വാതന്ത്ര്യത്തിനും ഫെഡറൽ സംവിധാനത്തിനും എതിരെയുള്ള ആക്രമണമാണെന്നാണ് K.C. വേണുഗോപാലും അഭിപ്രായപ്പെട്ടത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താറുണ്ടോ എന്ന് K.C. വേണുഗോപാൽ MP ചോദിച്ചിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത സമാജ്വാദി പാർട്ടി ബില്ല് മുസ്ലിങ്ങളോടുള്ള അനീതിയാണെന്നും വലിയൊരു തെറ്റാണ് നടക്കാൻ പോകുന്നതെന്നും മുന്നറിയിപ്പ് നൽകി. ബില്ലിൽ മതസ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് തൃണമൂൽ കോൺഗ്രസും ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന് DMK-യും അഭിപ്രായപ്പെട്ടു. എന്തുതന്നെയാണെങ്കിലും വഖഫ് ബില്ലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ജെ.ഡി.യു ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്.